നമസ്കാരം. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊരു പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ വാലും തലയും ഇല്ലാതെ പറയരുത്. അങ്ങനെ പറയുന്നത് ശരിക്കും ഒരു അതിക്രമമല്ലേ, ഒരു നീതികേടല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫൻ അതാണ് ചെയ്തത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നമുക്കറിയാം, മലയാള സിനിമയിലെ പ്രമുഖ നിർമ്മാതാവ്, മാജിക് ഫ്രെയിംസിന്റെ ഓണർ. അദ്ദേഹത്തിന്റെ ബാനറിൽ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ആ പ്രസംഗം അവസാനിച്ചപ്പോൾ അദ്ദേഹം ഒരു ശരിക്കും തീ കൊളുത്തി എന്ന് പറയുന്ന അദ്ദേഹം പരാമർശിക്കുന്ന മഹാനടൻ അല്ലെങ്കിൽ പ്രമുഖ നടൻ, മഹാനടനല്ല പ്രമുഖ നടൻ, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇപ്പൊ തിരി കൊളുത്തി വിട്ടിരിക്കുന്നത്. കമ്പിത്തിരിയുടെ അല്ല, മാലപ്പടക്കത്തിന്റെ അല്ല, അമിട്ടിന്റെ തിരിയാണ് അദ്ദേഹം കൊളുത്തി വിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു പ്രമുഖ നടനുമായിട്ടൊരു പടം കരാറ് ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു നടനാണ് അദ്ദേഹം. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസം ലീവ് എടുത്തു പോയി മറ്റൊരു പടത്തിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ പോയി. വേറൊരു സെറ്റിലേക്ക്, ഈ സെറ്റിൽ നിന്ന് ഗ്യാപ്പ് എടുത്തുകൊണ്ട്, അതായത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പടത്തിന്റെ സെറ്റിൽ നിന്ന് ഗ്യാപ്പ് എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ മറ്റൊരു സിനിമ സംഘത്തിലേക്ക് ജോയിൻ ചെയ്തു. എത്രയോ കോടി രൂപ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം, എത്രയോ ലക്ഷം അഡ്വാൻസ് മേടിച്ചുകൊണ്ടാണ് ആ നടൻ, ആ പ്രമുഖ നടൻ എന്ന് മാത്രമേ ലിസ്റ്റിൻ സ്റ്റീഫൻ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ ചെയ്ത പരിപാടി വളരെ മോശമായി പോയി. ആരാണെന്നോ എന്താണെന്നോ പറഞ്ഞിട്ടില്ല. എത്രയോ മാധ്യമങ്ങൾ കവർ ചെയ്യുന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെയൊക്കെ പോലെയുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സിനിമ, പ്രത്യേകിച്ചും ദിലീപ് അഭിനയിക്കുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. സിനിമാക്കാർ മാത്രമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനും ഈ പറയപ്പെടുന്ന നടനുമായിട്ട് എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിന്റെ പേരിൽ അവരെ ഇന്റേണൽ ആയിട്ട് അത് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം ആ നടന്റെ പേര് പരാമർശിക്കാരെ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ പൊട്ട കുഞ്ഞുങ്ങളെ പോലെ നിന്നുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന ഇറക്കിയത്. ആ നടൻ ഒരു മാലപ്പടക്കത്തിനാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ആ നടൻ ഒരു മാലപ്പടക്കത്തിനാണ് തിരി കൊളുത്തിയിരിക്കുന്നത്. ഇതൊരിക്കലും ശുഭകരമല്ല. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. ഇതൊരിക്കലും അദ്ദേഹത്തിന് നല്ലതായി ഭവിക്കുകയില്ല. ഈ കാണിച്ച പരിപാടി ഇത് അവസാനത്തേതായിരിക്കണം, അല്ലെങ്കിൽ ഈ പരിപാടി ഇനി ഇത് ആവർത്തിക്കരുത്, ഇതിനി നിർത്തിക്കോണം എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നൊരു ചെറിയൊരു ഭീഷണി കൂടെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത്രയും ധൈര്യം ഇദ്ദേഹം കാണിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് പേര് പരാമർശിച്ചില്ല? കാരണം പ്രമുഖ നടന്മാർ ഒരുപാടുണ്ട് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയപ്പെടുന്ന നടന് ഇച്ചിരി ക്ഷീണിതനാണ്, അതായത് സിനിമ മേഖലയിൽ ഇച്ചിരി ക്ഷീണം കിട്ടിയ ഒരു നടനാണ്. എന്നാൽ പതിറ്റാണ്ടായിട്ട് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ ഒരു മഹാനടൻ അല്ലെങ്കിൽ പ്രമുഖ നടൻ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ഉണ്ട്, മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, ജയസൂര്യയുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, ഇങ്ങനെ ടൊവിനോ തോമസ് ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂടുണ്ട്. അങ്ങനെ നായക പദവി അലങ്കരിക്കുന്ന അല്ലെങ്കിൽ നായക സ്ഥാനം വഹിക്കുന്ന ഒരുപാട് നടന്മാർ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ആരാണെന്ന് കരുതി വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് പേരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവന. ഇതിനു മുമ്പ് വിവാദപരമായ പല പരിപാടികളും ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിന്റെ ഈ പറയപ്പെടുന്ന നായകന്മാര് പ്രതിഫലം കുറയ്ക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറേയധികം പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം എന്താണ് രാജാവിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന പരിപാടി, പറാവുകാരന്റെ പരിപാടിയാണ് പലപ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇത്രയും പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ പറയപ്പെടുന്ന ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് വിവാദമാക്കാൻ വേണ്ടിയിട്ടാണോ? പിന്നെ വേറൊരു അടവും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ സ്ഥിരം പരിപാടിയാണ്, ഒരു സിനിമ പ്രൊമോഷൻ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിവാദം കൂടെ അപ്പുറത്തിരുന്ന് അങ്ങോട്ട് കൊളുത്തുക. ഇപ്പൊ പ്രിൻസ് ആൻഡ് ദ ഫാമിലിക്ക് ഇപ്പൊ വിവാദമായല്ലോ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ആള് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പുതിയ അടവാണോ എന്ന് നമുക്കറിയില്ല. സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഈ സിനിമാക്കാർ എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയാം. കാരണം ഇപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്താണ് റിലീസ് നമുക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ലാലേട്ടന്റെ തുടരവും അതോടെ മറ്റ് ലാലേട്ടന്റെ എമ്പുരാനും ഈ പറയപ്പെടുന്ന നല്ല പടങ്ങളൊക്കെ ഇപ്പൊ ലാലേട്ടന്റെ ഒരു വസന്തം വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ തിയേറ്ററുകളിലും ഇവൻ ഈ പറഞ്ഞ വെള്ളിയാഴ്ചകൾ റിലീസാകുന്ന പടങ്ങൾ പോലും ഒറ്റ ഷോ വെച്ചുകൊണ്ട് ബാക്കി മുഴുവൻ ഷോയും തുടരും റിലീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 100 crore സെലിബ്രേഷന്റെ 100 കോടി കളക്ട് ചെയ്തതിന്റെ ഒരു കേക്ക് മുറിക്കലും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് തന്റെ പടത്തിന് ആ ഒരു വലിയൊരു ഇതില് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഭയിൽ, ഈ തുടരുമിന്റെയും എമ്പുരാന്റെയും ഒക്കെ ഒരു പ്രഭയില് തന്റെ പടത്തിന്റെ റിലീസ് മുങ്ങിപ്പോകുന്നു പേടിച്ചിട്ടാണോ ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ ഇങ്ങനൊരു നിലപാടെടുത്തതെന്നും അറിയില്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഇവരുടെ ഉള്ളിരിപ്പ് എന്തൊക്കെയാണെന്ന്. എന്തായാലും വിവാദങ്ങൾ കത്തിയാൽ മാത്രമേ സിനിമകൾ ശ്രദ്ധിക്കപ്പെടൂ എന്നുള്ള ചിന്താഗതി ആയിരിക്കാം ലിസ്റ്റിൻ സ്റ്റീഫൻ. എന്ത് തന്നെ ആയാലും സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ പേരിൽ പ്രശ്നങ്ങൾ നടന്മാരും നിർമ്മാതാക്കളും തമ്മിലുണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഘോരം ഇടക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ അമ്മയിൽ വെച്ച് ഇത് തീർക്കുന്നതിന് പകരം എന്തിനാണ് താങ്കൾ ഇതിന്റെ മുമ്പിൽ വന്ന് കടന്ന് ഒരു വേദിയിൽ വന്ന് കടന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതൊരു നിയമലംഘനമല്ലേ? അതൊരു മാന്യതയില്ലാത്ത പരിപാടിയല്ലേ? മാന്യത ഈ പറയുന്ന പോലെ നടന്മാർക്കോ അല്ലെങ്കിൽ മാന്യതയില്ലായ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ലേ? ഈ പറയപ്പെടുന്ന ഒന്ന് കട്ട് ചെയ്തോണേ, ആ സ്റ്റേറ്റ്മെന്റ് വേണ്ട കേട്ടോ.
ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം, ഈ ഒരു തർക്കം നിങ്ങൾക്ക് പരിഹരിക്കാമായിരുന്നു. അമ്മയുണ്ട്, ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ സംഘടനകളുടെയും ഒരു കൂടാരമാണല്ലോ മലയാള സിനിമ. അവിടെ വെച്ചൊക്കെ തീർക്കേണ്ടതിന് പകരം എന്തിനാണ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രകടനം കാണിച്ചതെന്ന് ചോദിച്ചാൽ അത് ലിസൺ സ്റ്റീഫൻ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആരാണെന്ന് പറയാനുള്ള ഒരു മാന്യത ലിസൺ സ്റ്റീഫൻ കാണിക്കണമായിരുന്നു. അല്ലാതെ അത് ഇത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എന്ന് അവിടെ ഇവിടെയും തൊട്ടും തൊടാതെയും പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളും വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് മലയാള സിനിമയുടെ ഒരു ഗുണത്തിന് അല്ലെങ്കിൽ അതിനൊരു വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്.